130 വർഷം പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാം കേരളത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മാത്യു സ്റ്റീഫൻ. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം കോടതിക്ക് ലഭിച്ച തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. വിഷയത്തിൽ ഫെബ്രുവരി 2-ാം തീയതി കുമളിയിൽ ഉപവാസ സമരം നടത്തുമെന്നും അദ്ദേഹം കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര ജല കമ്മീഷനും സുപ്രീം കോടതി രൂപീകരിച്ച മേൽനോട്ട സമിതിയും ചില താൽപര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് തെറ്റായ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഡാം സുരക്ഷിതമാണെന്ന നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. വിദേശ ഏജൻസികളെ കൊണ്ട് ഡാം സുരക്ഷിതമാണോ എന്നുള്ള പരിശോധന നടത്തണം. ഡാമിലെ ജലനിരപ്പ് 142 അടിയിൽ നിന്നും 136 അടിയിലേക്ക് താഴ്ത്തി ടണൽ നിർമ്മിച്ചുകൊണ്ട് തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുകയും കേരളത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യണം. അടിയന്തരമായി മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട കേരള തമിഴ്നാട് സർക്കാരുകളെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും മാത്യു സ്റ്റീഫൻ പറഞ്ഞു. അവരെ പറഞ്ഞിരിക്കുന്നത് പുതിയൊരു ടണൽ നിർമ്മിച്ച് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സമരരംഗത്തേക്ക് പോവുകയും ആ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഡേറ്റ് നോക്കിയാൽ 10-12-2024 ഈ ഡേറ്റ് നോക്കിയോ 10-12-2024 ഒരു മാസമായിട്ടുള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്നത് 2 മുഖ്യമന്ത്രിമാർ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതിനൊക്കെ ഞങ്ങളും നിങ്ങളെ സഹായിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാനെന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകുന്നല്ല, ഇത് രേഖാമൂലം കേന്ദ്രത്തിൽ നിന്ന് തന്നിരിക്കുന്ന കടലാസാണ്. ഇത് രേഖാമൂലം സുപ്രീം കോടതിയിൽ നിന്ന് നമ്മളെടുത്ത കടലാസാണ്. 2 വർഷമായിട്ട് വേറൊന്നും കൊണ്ടല്ല, ഇനി ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടിക്കൊണ്ട് ചാടിക്കരുത്, അതുകൊണ്ട് മാത്രമാണ്. മുല്ലപ്പെരിയാർ ജീവരക്ഷാ വാഹന പ്രചരണ ക്യാമ്പയിന്റെ ഭാഗമായി ഫെബ്രുവരി 2-ാം തീയതി കുമളി തമിഴ്നാട് അതിർത്തിയിൽ ഗാന്ധിയൻ തോമസ് കുഴിഞ്ഞാൽ, മാത്യു സ്റ്റീഫൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉപവാസ സമരവും പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുന്നതിന്റെ ഭാഗമായി 1 ലക്ഷം പേരുടെ ഒപ്പുശേഖരണവും നടത്തും. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരുകൾ തയ്യാറായില്ലെങ്കിൽ പാർലമെന്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നും മാത്യു സ്റ്റീഫൻ പറഞ്ഞു.